നമ്മൾ ഭാരതീയരുടെ ജീവിതത്തിൽ സ്വർണത്തിന് കേവലം ഒരു ലോഹം എന്നതിലുപരി വൈകാരികവും സാംസ്കാരികവുമായ വലിയൊരു സ്ഥാനമാണുള്ളത്. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ചടങ്ങുകളിലും സമ്പാദ്യത്തിൻ്റെ അടയാളമായും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായും സ്വർണം നിറഞ്ഞു നിൽക്കുന്നു. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിക്കുമ്പോഴും സാധാരണക്കാർ മുതൽ വൻകിട നിക്ഷേപകർ വരെ ഈ മഞ്ഞലോഹത്തിന് പിന്നാലെ പായുകയാണ്. 2025 മാത്രം ഏകദേശം 52 തവണയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തകർത്തത് എന്നത് ഇതിൻ്റെ നിക്ഷേപ മൂല്യത്തെ അടിവരയിടുന്നു. എന്നാൽ ഇത്രയധികം സ്വർണം ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഈ നിധി എവിടെ നിന്നാണ് വരുന്നതെന്നും ലോകഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നും പലർക്കും കൃത്യമായി അറിവില്ല. ഇന്ത്യയിലെ സ്വർണ്ണശേഖരത്തെക്കുറിച്ചും ഉൽപ്പാദനത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചുമുള്ള കൗതുകകരമായ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകത്തിലെ സ്വർണ്ണശേഖരത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ വൻ ശക്തികളായ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരമുള്ള രാജ്യം അമേരിക്കയാണ്. ജർമ്മനി 2ാം സ്ഥാനത്തും ഇറ്റലിയും ഫ്രാൻസും തൊട്ടടുത്ത സ്ഥാനങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യ ഈ പട്ടികയിൽ ഒട്ടും പിന്നിലല്ല. ലോകത്തെ 10ാമത്തെ വലിയ സ്വർണ്ണശേഖരം കൈവശം വെച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ സ്വർണ്ണശേഖരം വലിയ പങ്ക് വഹിക്കുന്നു. എന്നാൽ ഔദ്യോഗിക ശേഖരത്തെക്കാൾ എത്രയോ മടങ്ങ് ഇന്ത്യൻ വീടുകളിലും അതുപോലെ ക്ഷേത്രങ്ങളിലുമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മറ്റൊരു വാസ്തവമാണ്. ലോകത്തിലെ ആകെ സ്വർണത്തിൻ്റെ വലിയൊരു ശതമാനം ഇന്ത്യൻ വീട്ടമ്മമാരുടെ പക്കലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണ ഉൽപ്പാദനത്തിൻ്റെ കഥ പറയുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ത്യയിൽ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിൻ്റെ ഏകദേശം 99% വരുന്നത് കർണാടകയിൽ നിന്നാണ്. ചരിത്ര പ്രസിദ്ധമായ കോലാർ ഗോൾഡ് ഫീൽഡ്സ് അതായത് KGF ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയതും ഉൽപ്പാദനക്ഷമവുമായ ഖനികളിലൊന്നായിരുന്നു. സിനിമകളിലൂടെയും കഥകളിലൂടെയും നാം കേട്ടറിഞ്ഞ KGF 2001 ചില സാങ്കേതിക കാരണങ്ങളാലും സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ് മൂലവും അടച്ചുപൂട്ടിയെങ്കിലും കർണാടകയുടെ മണ്ണ് ഇന്നും സ്വർണ്ണ സമ്പന്നമാണ്. നിലവിൽ റായ്ചൂർ ജില്ലയിലുള്ള ഹൂട്ടി ഗോൾഡ് മൈൻസ് ആണ് ഇന്ത്യയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സ്വർണ്ണഖനി. ഒരു വർഷം ഏകദേശം 2000 കിലോയിലധികം സ്വർണം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ. കർണാടക കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ചെറിയ തോതിൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിലും കർണാടകയുടെ ഉൽപ്പാദനത്തോട് കിടപിടിക്കാൻ ഇവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ സ്വർണ്ണ ഉൽപ്പാദനത്തേക്കാൾ ഉപരിയായി സ്വർണത്തിൻ്റെ ഉപയോഗത്തിലാണ് മലയാളി ലോകശ്രദ്ധ നേടുന്നത്. ഉൽപ്പാദന കാര്യത്തിൽ കേരളത്തിന് വലിയ ഖനികളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും നിലമ്പൂർ ഭാഗത്തെ പുഴയോരങ്ങളിൽ നിന്ന് പണ്ട് സ്വർണ്ണത്തരികൾ അരിച്ചെടുത്തിരുന്ന ചരിത്രം നമുക്കുണ്ട്. എന്നാൽ സ്വർണത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലെ വിവാഹ വിപണിയും സ്വർണ്ണാഭരണശാലകളുടെ എണ്ണവും പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഒരു സാധാരണ കുടുംബത്തിലെ വിവാഹത്തിന് പോലും പവൻ കണക്കിന് സ്വർണം ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ മാത്രം സവിശേഷതകളിലൊന്നാണ്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്കൊപ്പം കേരളവും ചേരുമ്പോൾ ഇന്ത്യയിലെ ആകെ സ്വർണ്ണ ഉപഭോഗത്തിൻ്റെ വലിയൊരു ഭാഗം ദക്ഷിണേന്ത്യയിൽ മാത്രമായി ഒതുങ്ങുന്നു. സ്വർണത്തിൻ്റെ ഉപയോഗത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രീതികളാണുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും സ്വർണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിലുള്ള അത്രയും വ്യാപകമായ രീതിയിൽ ആഭരണങ്ങളായി അണിയുന്ന ശീലം അവിടെ വളരെ കുറവാണ്. തമിഴ്നാടാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിപണിയിൽ ഇന്ത്യയിൽ 1ാമതായി നിൽക്കുന്നത്. വലിയ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരവും അവിടുത്തെ ജനങ്ങളുടെ ആഭരണങ്ങളോടുള്ള പ്രിയവുമാണ് ഇതിന് കാരണം. കേരളം വിസ്തൃതിയിൽ ചെറുതാണെങ്കിലും ജനസംഖ്യാ അനുപാതം വെച്ച് നോക്കിയാൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ അത്ഭുതമാണ് നമ്മൾ കേരളം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നാണയങ്ങളും ബിസ്ക്കറ്റുകളും വാങ്ങിക്കൂട്ടുന്ന പ്രവണതയും മലയാളികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. സ്വർണ്ണ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോളറിൻ്റെ മൂല്യം, അന്താരാഷ്ട്ര യുദ്ധങ്ങൾ, എണ്ണവില എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 2025 നാം കണ്ട അസാധാരണമായ വിലവർദ്ധനവ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരുന്നെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയാണ്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരിക്കുന്ന കുടുംബങ്ങൾ പലപ്പോഴും ഈ വിലക്കയറ്റത്തിൽ വലയുന്നു. എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പണയപ്പെടുത്തി എളുപ്പത്തിൽ പണമാക്കാം എന്ന ഗുണമുള്ളതിനാൽ മറ്റേതൊരു നിക്ഷേപത്തെക്കാളും സ്വർണത്തിന് തന്നെയാകും വരും കാലങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിയമേറുക. ചുരുക്കത്തിൽ കർണാടകയിലെ മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം ദക്ഷിണേന്ത്യയിലെ വിപണികളിലൂടെ ഒഴുകി ഓരോ ഭവനങ്ങളിലും എത്തുന്നു. ആഗോളതലത്തിൽ ഉൽപ്പാദനത്തിൽ നാം അല്പം പിന്നിലാണെങ്കിലും ഉപയോഗത്തിലും ശേഖരണത്തിലും ഭാരതം ലോകത്തിന് തന്നെ മാതൃകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ പുതിയ ഖനികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് വിജയിക്കുകയാണെങ്കിൽ ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിലെ വില നിയന്ത്രിക്കാനും ഇന്ത്യക്ക് സാധിച്ചേക്കും. സ്വർണത്തെ വെറും ആഭരണമായി മാത്രം കാണാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന മൂല്യവത്തായ ഒരു സമ്പാദ്യമായി കണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം.